ഫാത്തിമ, അലിയേ, എന്റെ മോനെ, നിങ്ങൾ രണ്ടുപേരും കടന്നുറങ്ങാൻ ചെന്നാൽ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് എന്ന് പറയണം കടന്നുറങ്ങാൻ ചൊല്ലുമ്പോ. 33 പ്രാവശ്യം അൽഹംദുലില്ലാ എന്ന് ചൊല്ലണം. 34 തവണ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലണം. ഇത് ചൊല്ലി കിടന്നുറങ്ങിയാൽ അല്ലാഹു നിങ്ങളുടെ ക്ഷീണം തീർത്തു തരും, അല്ലാഹു നിങ്ങളുടെ ബുദ്ധിമുട്ട് തീർത്തു തരും. ഒരു വേലക്കാരിയെ ജോലിക്ക് വെക്കുന്നതിനേക്കാളും ഖൈറ് ഈ ദിക്ർ നിങ്ങൾക്ക് ചൊല്ലലാണെന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂലുള്ളാഹ്. ക്ഷീണിച്ചു വരുന്ന പുരുഷന്മാരെ, വീട്ടുവേല ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്ന സഹോദരിമാരെ, കിടന്നുറങ്ങാൻ ചെല്ലുമ്പോ ഈ 3 ദിക്റും ഇന്നു മുതൽ മുടങ്ങാതെ മറക്കാതെ തുടങ്ങിക്കോളൂ. സുബ്ഹാനല്ലാഹ്, 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 അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33 + 1 34. അപ്പൊ ഇങ്ങനെ സംശയം, ഉസ്താദേ, ഈ സുബ്ഹാനല്ലാഹ് ചൊല്ലിയാണ്ട് ഉറങ്ങിപ്പോയാൽ അപ്പൊ എന്താ ചെയ്യുക? അൽഹംദുലില്ലാഹ് പൂർത്തിയാക്കി ചൊല്ലാൻ പറ്റും. കഴിച്ചിലായി പോയി എന്നാ പറയാ, രക്ഷപ്പെട്ടു. നേരം വെളുക്കോളം ചൊല്ലിയ കൂലി കിട്ടുന്ന ദിക്ർ ചൊല്ലിയാണ്ട് ഉറങ്ങിപ്പോയതാ. ആയത്തുൽ കുർസി ഓതിയപ്പോൾ ഉറങ്ങിയതാ. ആയത്തുൽ കുർസി മുഴുവനാക്കാൻ പറ്റിയിട്ടില്ല. നേരം വെളുക്കോളം ഓതിയ കൂലി കിട്ടുന്ന. കൽപ്പിച്ചിട്ട് ഉറങ്ങരുത് കേട്ടോ, ഉറക്കം വന്നു പോയാൽ ലാഭമാണ്. പിന്നെ ലോട്ടറി അടിച്ചു എന്നൊക്കെ പറയാം. അതന്നെ, നേരം വെളുക്കോളം ചൊല്ലിയ കൂലി കിട്ടുന്ന. പറയുമ്പോൾ ഉറങ്ങിപ്പോയി പറയുന്ന ഇടയിൽ ഭയങ്കര കൂലിയാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണ്ടേ? ഇതൊക്കെ നമ്മൾ കൊണ്ടുനടക്കണ്ടേ? അപ്പോഴല്ലേ നമ്മുടെ വീട്ടിൽ മലക്കുകൾ ഉണ്ടാവുള്ളൂ.